കേരള രാഷ്ട്രീയത്തെ കഴിഞ്ഞ കുറച്ചു കാലമായി പിടിച്ചുലച്ചുകൊണ്ടിരിക്കുന്ന CMRL എക്സാലോജിക് മാസപ്പടി വിവാദത്തിൽ ഏറ്റവും നിർണായകമായ ഒരു അധ്യായത്തിനാണ് ഇപ്പോൾ വഴിയൊരുങ്ങിയിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും IT സംരംഭകയുമായ വീണ വിജയൻ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ EDക്ക് മുന്നിൽ അപ്രതീക്ഷിതമായി ഹാജരായത് കേരളത്തിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്കും പുതിയ തർക്കങ്ങൾക്കും കാരണമായിരിക്കുകയാണ്. ജൂൺ 29-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് മുൻപ് അറിയിച്ചിരുന്ന വീണ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് പെരുന്നാൾ അവധി ദിനമായ വ്യാഴാഴ്ച തന്നെ കൊച്ചിയിലെ ED ഓഫീസിൽ എത്തിയത് കേവലം ഒരു നിയമപരമായ നടപടി എന്നതിനപ്പുറം വലിയ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. ആദ്യം നിശ്ചയിച്ചിരുന്ന തീയതിയിൽ നിന്നും 4 ദിവസം മുൻപേ, അതായത് ജൂൺ 25 വ്യാഴാഴ്ച തന്നെ വീണ വിജയൻ EDക്ക് മുന്നിൽ എത്തിയത് തികച്ചും ആസൂത്രിതമായ ഒരു നീക്കമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. ഇളനീല ചുരിദാറും കറുത്ത മാസ്കും ധരിച്ച് അതീവ ആത്മവിശ്വാസത്തോടെയാണ് അവർ ചോദ്യം ചെയ്യലിനായി എത്തിയത്. ഈ തിടുക്കത്തിന് പിന്നിൽ പ്രധാനമായും 2 ഘടകങ്ങളാണുള്ളത്. ജൂൺ 29 തിങ്കളാഴ്ചയാണ് കേരള നിയമസഭയുടെ നിർണായകമായ സമ്മേളനം ആരംഭിക്കുന്നത്. മുൻപ് നിശ്ചയിച്ച പ്രകാരം അന്ന് തന്നെയായിരുന്നു വീണയുടെ ചോദ്യം ചെയ്യലെങ്കിൽ അത് സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ പ്രയോഗിക്കാൻ കിട്ടുന്ന ഏറ്റവും മൂർച്ചയേറിയ ആയുധമായിരുന്നു. സഭ സമ്മേളിക്കുന്ന അതേ ദിവസം തന്നെ മുൻ മുഖ്യമന്ത്രിയുടെ മകളെ കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്യുന്നുവെന്ന വാർത്ത പ്രതിപക്ഷത്തെ വൻ പ്രതിരോധത്തിലാക്കുമായിരുന്നു. ഇത് മുൻകൂട്ടി കണ്ട് സഭയിലെ രാഷ്ട്രീയ കോലാഹലങ്ങൾ ഒഴിവാക്കാനാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും ഈ തന്ത്രപരമായ നീക്കം നടത്തിയത്. പെരുന്നാൾ അവധി ദിനമായ വ്യാഴാഴ്ച ചോദ്യം ചെയ്യലിനെത്തിയതിലൂടെ മാധ്യമ ശ്രദ്ധയും പ്രതിഷേധ പ്രകടനങ്ങളും ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുമെന്ന് അവർ കണക്കുകൂട്ടി. പൊതുവെ അവധി ദിവസങ്ങളിൽ രാഷ്ട്രീയ പ്രതികരണങ്ങളുടെ മൂർച്ച കുറവായിരിക്കുമെന്നതും സെക്രട്ടേറിയറ്റും മറ്റ് സർക്കാർ സംവിധാനങ്ങളും അവധിയിലായിരിക്കുമെന്നതും ഈ നീക്കത്തിന് പിന്നിലെ അനുകൂല ഘടകങ്ങളായി ഭരണകേന്ദ്രം വിലയിരുത്തിയിരിക്കാം. പൊതുവെ അവധി ദിവസങ്ങളിൽ രാഷ്ട്രീയ പ്രതികരണങ്ങളുടെ മൂർച്ച കുറവായിരിക്കുമെന്നതും സെക്രട്ടേറിയറ്റും മറ്റ് സർക്കാർ സംവിധാനങ്ങളും അവധിയിലായിരിക്കുമെന്നും ഈ നീക്കത്തിന് പിന്നിലെ അനുകൂല ഘടകങ്ങളായി പിണറായി വിജയൻ വിലയിരുത്തിയിരിക്കാം. 2024 ആരംഭിച്ച മാസപ്പടി അന്വേഷണം ഇപ്പോൾ അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന IT കമ്പനിക്ക് കരിമണൽ കമ്പനിയായ CMRL നൽകാത്ത സേവനങ്ങൾക്കായി കോടിക്കണക്കിന് രൂപ പ്രതിഫലമായി നൽകി എന്നതാണ് ഈ കേസിന്റെ കാതൽ. ജൂൺ 17-ന് വീണയെ ED ആദ്യമായി ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിരുന്നു. മണിക്കൂറുകൾ നീണ്ട ആ ചോദ്യം ചെയ്യലിൽ പല സാമ്പത്തിക ഇടപാടുകളെയും കരാറുകളെയും കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞിരുന്നില്ലെന്നാണ് സൂചനകൾ. പല സുപ്രധാന രേഖകളും ഹാജരാക്കുന്നതിനായി അവർ കൂടുതൽ സാവകാശം തേടുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് രണ്ടാമത്തെ ചോദ്യം ചെയ്യലിനായി ജൂൺ 29-ലേക്ക് മാറ്റിവെച്ചിരുന്നത്. എന്നാൽ ആദ്യം ചോദ്യം ചെയ്യലിന് ശേഷം ED നടത്തിയ തുടരന്വേഷണങ്ങളാണ് ഇപ്പോൾ വീണയ്ക്ക് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നത്. ആദ്യ ചോദ്യം ചെയ്യലിന് ശേഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അന്വേഷണ ഏജൻസി ശേഖരിച്ച തെളിവുകൾ വീണയ്ക്ക് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നവയാണ്. പ്രധാനമായും 3 സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ EDയുടെ പക്കലുള്ളത്. SFIO ഈ കേസിൽ നടത്തിയ സമാന്തര അന്വേഷണത്തിൽ കണ്ടെത്തിയ 134 സുപ്രധാന രേഖകൾ അടുത്തിടെ EDക്ക് കൈമാറിയിരുന്നു. കമ്പനികൾ തമ്മിലുള്ള ഇമെയിൽ സന്ദേശങ്ങൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, കൃത്രിമമായി നിർമ്മിച്ചതെന്ന് സംശയിക്കുന്ന സേവന കരാറുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. എക്സാലോജിക് കമ്പനി CMRLന് യാതൊരുവിധ സോഫ്റ്റ്വെയർ സേവനങ്ങളും നൽകിയിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ രേഖകളെന്നാണ് അന്വേഷണ സംഘത്തിന്റെ അവകാശവാദം. ആദ്യം ചോദ്യം ചെയ്യലിന് വീണ നൽകിയ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളുടെയും വ്യക്തിഗത രേഖകളുടെയും അടിസ്ഥാനത്തിൽ ED ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ സ്വകാര്യ ബാങ്കിൽ പരിശോധന നടത്തിയിരുന്നു. വീണയുടെ പേരിലുള്ള ലോക്കർ അടക്കം തുറന്നു പരിശോധിച്ചതിൽ നിന്നും ചില സുപ്രധാന സാമ്പത്തിക നിക്ഷേപ വിവരങ്ങൾ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കേസിലെ മറ്റൊരു പ്രധാന കക്ഷിയെ CMRL MD ശശിധരൻ കർത്ത, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, കമ്പനിയിലെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരെ ED കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. എംപവർ ഇന്ത്യ ക്യാപിറ്റൽ തുടങ്ങിയ കമ്പനികളുടെ ഡയറക്ടർമാരായ ഇവരിൽ നിന്ന് ലഭിച്ച മൊഴികളും വീണ നൽകിയ മൊഴികളും തമ്മിൽ വലിയ വൈരുദ്ധ്യങ്ങളുണ്ടെന്നാണ് സൂചന. കർത്ത കുടുംബത്തിന്റെ മൊഴികളെ മുൻനിർത്തിയിരിക്കും ഇത്തവണത്തെ ചോദ്യം ചെയ്യലിൽ ED വീണയെ നേരിടുക. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ എന്നതിനൊപ്പം സംസ്ഥാനത്തെ പ്രമുഖ യുവനേതാവും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിന്റെ ഭാര്യ കൂടിയാണ് വീണ വിജയൻ. അതുകൊണ്ട് തന്നെ ഈ കേസിലെ കേവലം ഒരു വ്യക്തിക്കെതിരെയുള്ള സാമ്പത്തിക അന്വേഷണമല്ല, മറിച്ച് CPMന്റെയും സംസ്ഥാന സർക്കാരിന്റെയും നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. വീണയ്ക്ക് കേന്ദ്ര ഏജൻസിയിൽ നിന്നും അനുകൂലമല്ലാത്ത എന്ത് നടപടി ഉണ്ടായാലും അത് പാർട്ടിക്ക് വലിയ ആഘാതമാകും. കരിമണൽ കമ്പനിയിൽ നിന്നും പണം കൈപ്പറ്റിയ നേതാക്കളുടെ പട്ടികയിൽ മറ്റ് പ്രമുഖരും ഉള്ളതിനാൽ അന്വേഷണം എങ്ങോട്ടേക്കാണ് നീങ്ങുക എന്നതിൽ CPM നേതൃത്വത്തിനും വലിയ ആശങ്കയുണ്ട്. 2024 കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഇതുവരെ ഈ കേസിൽ ആരുടെയും അറസ്റ്റ് ED രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം EDക്ക് ശക്തമായ തെളിവുണ്ടെങ്കിലും അറസ്റ്റിലേക്ക് കടക്കാൻ നിയമപരമായ തടസ്സങ്ങളില്ല. കേന്ദ്ര ED ഡയറക്ടർ രാഹുൽ നവീൻ നേരിട്ടാണ് ഈ കേസിന്റെ പുരോഗതി വിലയിരുത്തുന്നത് എന്നതിനാൽ ഉന്നത തലത്തിൽ നിന്നുള്ള എന്ത് തീരുമാനവും ഏത് നിമിഷവും ഉണ്ടായേക്കാം. CMRL മാസപ്പടി കേസിൽ നിയമസഭാ സമ്മേളനത്തിന് തൊട്ടു മുൻപ് വീണ വിജയൻ നടത്തിയ ഈ മുൻകൂട്ടിയുള്ള ഹാജരാകൽ താൽക്കാലികമായി രാഷ്ട്രീയ കൊടുങ്കാറ്റിന്റെ വേഗത കുറയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിലും അത് പൂർണ്ണമായും വിജയകരമാകുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. കേന്ദ്ര ഏജൻസിയുടെ പക്കലുള്ള 134
14 സുപ്രധാന രേഖകളും ബാങ്ക് ലോക്കർ വിവരങ്ങളും നൽകുന്ന സൂചനകൾ വീണയ്ക്ക് മുന്നിലുള്ളത് വലിയൊരു അഗ്നിപരീക്ഷയാണെന്നാണ്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിക്കുന്ന നിയമപരമായ നിലപാടുകൾ കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ വലിയൊരു വഴിത്തിരിവിന് കാരണമാകുമെന്നതിൽ സംശയമില്ല.